മരിച്ച മനുഷ്യന്റെ കിഡ്നി എലൈവ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നു. മരിച്ച മനുഷ്യന്റെ കണ്ണുകൾ ജീവനുള്ള ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ അപരന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന ഈ ഓർഗാൻസ് എന്തേ മരിച്ച മനുഷ്യന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യാത്തത്? ഈ ഹൃദയം ഓക്കെയാണല്ലോ, കിഡ്നി ഓക്കെയാണല്ലോ, കണ്ണോക്കെയാണല്ലോ. അത് ജീവനുള്ളവനിൽ വർക്ക് ചെയ്യുന്നു, മരിച്ചവനിൽ വർക്ക് ചെയ്യുന്നില്ല. ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചാൽ, ദുഃഖവും ദുരന്തവും എന്തിന് സഹിക്കുന്നു എന്ന് ചോദ്യം വരുമ്പോ മറുപടിയില്ലാത്ത നമ്മൾ എന്തിനാ മുസ്ലിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്? എന്താണ് മരണം എന്ന് ചോദിച്ചാൽ മറുപടിയില്ലാത്ത നമ്മൾ എന്തിനാണ് സംവാദത്തിന് പോകുന്നത്? സെന്റേഴ്സിന്റെയും ചേലാകർമ്മത്തിന്റെയും വിഷയം പറഞ്ഞത് അടുത്ത 2-3 ആഴ്ച ഇതായിരിക്കും മിക്കവാറും ചർച്ചകൾ. കൂടുതൽ ആ വിഷയ സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആത്മവിശ്വാസം ആർജിക്കേണ്ടതുണ്ട്. അവരും ശാസ്ത്രവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ശാസ്ത്രം എന്ന ഒരു പേര്, സയൻസ് എന്ന ഒരു പേര്, ജനറൽ സയൻസ് എന്ന ഒരു പേര് ലോകത്ത് വന്നിട്ടിപ്പോ എത്ര ചുരുക്കം കാലമേ ആയുള്ളൂ. ഇന്ന് ഏതൊക്കെ മേഖലകൾക്കാണോ സയൻസ് എന്ന് പറയുന്നത്, ആ മേഖലകൾക്ക് സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേം വന്നിട്ട് അധിക കാലമായില്ല. ശാസ്ത്രം എന്ന ഒരു പ്രയോഗം വന്നിട്ട് അധിക കാലമായില്ല. അതൊക്കെ വരുന്നതിന് മുമ്പ് തബഈയാത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഇൽമുൽ ഹിക്മത്തിൽ കൊണ്ടുവന്നിട്ട് അതേ സംബന്ധിച്ച് വ്യാപകമായ ഗ്രന്ഥങ്ങളും അധ്യാപനങ്ങളും അധ്യയനങ്ങളും നടത്തിയവരാണ് നമ്മുടെ ഫോർഫാദേഴ്സ്, നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ. വിശുദ്ധ ഖുർആനിൽ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറഞ്ഞ അൽ ഉലമാ വാസ്തവത്തിൽ ശാസ്ത്രജ്ഞന്മാരല്ലേ? ഖുർആൻ അവരെയല്ലേ പ്രോത്സാഹിപ്പിച്ചത്? ആ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആകാശ ലോകങ്ങളെ സംബന്ധിച്ച അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ. മഴയെ സംബന്ധിച്ച്, ആസ്ട്രോണമിയെ സംബന്ധിച്ച്, അതിന്റെ ഉൾപൊരുളുകളെ സംബന്ധിച്ച്, എന്നിട്ട് ജിയോളജിയെ സംബന്ധിച്ച്, എന്നിട്ട് സുവോളജിയെ സംബന്ധിച്ച് ഒക്കെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ട് മലകളെ സംബന്ധിച്ച്, നിറവ്യത്യാസങ്ങളെ സംബന്ധിച്ച് 3 തവണയാണ് ആ 2 ആയത്തിൽ. ഒരു തവണ മുഖ്തലിഫൻ അൽവാനുഹ, 2 തവണ മുഖ്തലിഫുൻ അൽവാനുഹ. നിറത്തിന്റെ വ്യത്യാസം 3 തവണയാണ് അവിടെ ആവർത്തിക്കപ്പെട്ടത്. കാഴ്ചയെ സംബന്ധിച്ച്, പ്രകാശത്തെ സംബന്ധിച്ച് ഒക്കെ വിശദീകരിക്കുകയാണ്. നിറം കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ വർണ്ണരാജിയുടെ വൈവിധ്യം നിറവുമായി ബന്ധപ്പെട്ട, പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ആ മുസ്ലിം സമൂഹത്തെ കുറിച്ചാണ്, ആ ഒരു പാരമ്പര്യത്തെ കുറിച്ചാണ് ശാസ്ത്രവിരുദ്ധത എന്ന് പറയുന്നത്. പക്ഷെ എല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുമോ ഇല്ലേ എന്നുള്ളിടത്താണ് നമ്മൾ അവരുടെ മീതെ കയറിക്കൊണ്ട് അവരോട് പറയുന്നത്. എല്ലാം ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ ശാസ്ത്രത്തിന് അങ്ങനെ ഒരു പാകതയില്ലല്ലോ. വെള്ളം കോല് കൊണ്ട് അളക്കാൻ പറ്റില്ലല്ലോ. തുണി ഒരിക്കലും കയ്യിൽ കൊണ്ട് കോരിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചിലത് മിസാഹത്താണ്, ചിലത് കയ്യിലാണ്, ചിലത് വസനാണ്. ഓരോന്നിനെയും എങ്ങനെയാണോ അളക്കേണ്ടത് അതുകൊണ്ട് അളക്കണം. അപ്പൊ ഉക്കൂലായ സംഗതികൾ, നുഫൂസായ സംഗതികൾ, ചില ജൗഹറുകൾ, അത് മുഴുവനും ജിസ്മ മുത്തലക്കിനെ അളക്കുന്നത് കൊണ്ട് തന്നെ അളക്കാൻ പറ്റില്ല, എംപിരിക്കലായി കിട്ടില്ല. അല്ലാഹു എന്ന് പറയുന്നത് വുജൂദ്, മലക്കുകൾ, പരലോകം, അത്തരം കാര്യങ്ങൾ അത് ജിസ്മ മുത്തലക്കിന്റെ വെളിയിലുള്ളതാണ്. കാബിൽ അബാദ് സലാസയിൽ ഒതുങ്ങുന്നതല്ല, 3 ഡൈമെൻഷണൽ അല്ല. അതുകൊണ്ട് അബ്സൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് അബ്സൻസ് എന്ന് പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസിന്റെ കായിക ശരിയല്ല. അതാണ് ഇവിടെ സി രവിചന്ദ്രന്റെ തെളിവ്. അതാണ് ഇവിടെ പല നവനാസ്തികരുടെയും തെളിവ്. റിച്ചാർഡ് ഡോക്കിൻസിന്റെ പ്രഖ്യാപനം. ഏത് പ്രഖ്യാപനം? അബ്സൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് അബ്സൻസ്. തെളിവില്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതിന്റെ തെളിവ്. നേരത്തെ ഇവിടെ അത് ഉസ്താദ് പറയുകയുണ്ടായി. അതിന്റെ മറ്റു ഭാഗങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അത്രയും ദുർബലമായ
നമ്മളിവിടെ ഒരു കാര്യം കാണുന്നില്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതിന് തെളിവാക്കാം, അല്ലെ കണ്ടില്ല എന്നുള്ള ഒരു കാര്യം സാധ്യമായി എന്നുള്ളതിന് തെളിവാക്കാം. കാര്യമില്ല എന്നുള്ളതിന് എങ്ങനെ തെളിവാകും? അത് ഈ ഒരു ദുർബലമായ പ്രസ്താവനയുടെ പുറത്താണ് അവര് ശാസ്ത്രത്തിന്റെ ആളുകളായി മേനി നടിക്കുന്നത്. നമ്മളോ അവരോട് പറയുന്നു, ശാസ്ത്രം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഉസ്താദുമാർക്ക് തോന്നണ്ട അത് വേറെ ആരെങ്കിലും വലിയ കാര്യമായി കൊണ്ടുവരുന്ന അത്ര മുന്തിയ ഒരു ചരക്കാണെന്ന്. അത് അതിൻ്റെതായ ഒരു വാലിഡിറ്റി അതിനുണ്ട്, ക്വാളിറ്റി ഉണ്ട്. പക്ഷെ അതിനില്ലാത്തത് അതിന് ചാർത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ശാസ്ത്രീയ ബോധം, സയന്റിഫിക് ടെമ്പർ, ഏതെങ്കിലും ഒരു ദർശനം മുന്നോട്ട് വെക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളുമല്ലേ. 3 പദങ്ങളുണ്ട്: സയൻസ്, സയന്റിഫിക് നോളജ്, സയന്റിഫിക് ടെമ്പർ. ഇതെന്റെ അവസാനത്തെ ഒരു ഭാഗം, ഞാൻ വേറെ ഇതിലേക്ക് പോവില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ വേൾഡ്. അൽ ആലമുൽ ജിസ്മാനിയെ സംബന്ധിക്കുന്ന ഖദറുത്താഖത്തുൽ ബസരിയുടെ തോതിലുള്ള ഒരു പഠനം, അതാണ് സയൻസ്, ജനറൽ സയൻസ്. പിന്നെയുള്ളത് സയന്റിഫിക് നോളജ് ആണ്. എന്താണ് ഈ സയന്റിഫിക് നോളജ്? സയന്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ കുറെ W ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം. Who was, who is, what was, what is. ആരാ കണ്ടുപിടിച്ചത്? ബൾബിന്റെ ഫിലമെന്റ് ആരാ കണ്ടുപിടിച്ചത്? E = mc² ആവിഷ്കരിച്ചതാ? ഗ്രാവിറ്റി ആരാ ആവിഷ്കരിച്ചത്? കുറെ മനുഷ്യരുടെയും വസ്തുക്കളുടെയും പേരുകൾ. അത് മുഴുവനും മനപ്പാടമാക്കി വെച്ചാൽ PSC ടെസ്റ്റിന് പോയാൽ പ്യൂണിന് മാഷാകാം, മാഷ്ക്ക് ലെക്ചറാകാം, ലെക്ചർക്ക് വലിയ ടെസ്റ്റിന് പോയാൽ പ്രൊഫസർ ആകാം. അതാണ് അതിന്റെ ഒരു ലോകം. പിന്നെയുള്ളത് സയന്റിഫിക് ടെമ്പറാണ്. ഈ സയന്റിഫിക് ടെമ്പർ അനുസരിച്ച് കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും നമ്മളോട് പറയുന്നത്. വാട്ട് ഈസ് സയന്റിഫിക് ടെമ്പർ? എന്താണ് ഈ ശാസ്ത്രാവബോധം? ശാസ്ത്രാവബോധം എന്ന് പറയുന്നത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, മാന്യതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, സ്വഭാവ ചട്ടവുമായും ചിട്ടയുമായും ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ട്, എന്താണ് സയന്റിഫിക് ടെമ്പർ? ഓവർ ബ്രിഡ്ജ് കെട്ടാം, റോഡിന് വീതി കൂട്ടാം, കാറിന്റെ വീതി കുറക്കാം, ആളുകളൊക്കെ ബസ്സിൽ പോയാൽ മതി, സ്വകാര്യ വാഹനത്തിൽ പോകണ്ട, ബസ്സിലും പോകണ്ട, സൈക്കിളിൽ പോയാൽ മതി, ചില യൂറോപ്യൻ നഗരങ്ങളിൽ ഉള്ളതുപോലെ. അതൊക്കെയാണ് അതിന്റെ സയന്റിഫിക് ടെമ്പറുകൾ. ഇനിയോ ഒരാൾ, ഒരു പ്രായമായ ഒരു രക്ഷിതാവ്, ഒരു ഉപ്പാപ്പ, ഒരു ഉമ്മാമ വാഹനമില്ലാതെ ഒരു വികലാംഗനായ ഭിന്നശേഷിക്കാരൻ വണ്ടിയില്ലാതെ റോഡിലൂടെ പ്രയാസപ്പെടുമ്പോൾ അയാളെ നിങ്ങളെ കാറിലോ വാഹനത്തിലോ കയറ്റി ലിഫ്റ്റ് കൊടുത്ത് അയാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണം. അതിന്റെ പേരാണ് സയന്റിഫിക് ടെമ്പർ. ആ കാര്യം ബയോളജി പുസ്തകത്തിലുണ്ടോ? കഷ്ടപ്പെട്ട് നടക്കാൻ വയ്യാതായ ഒരാളെ നിങ്ങളുടെ കാറിൽ സ്പേസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി അയാളെ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുപോയി ഇറക്കി കൊടുക്കണം. അനാവശ്യമായി മത്തി വാങ്ങാനും അയില വാങ്ങാനും ഇന്നോവയും ക്രിസ്റ്റയും എടുത്തു പോയി ഈ വീതി കുറഞ്ഞ റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ പറയുന്ന ഫിസിക്സിലുണ്ടോ, ബയോളജിയിലുണ്ടോ? പക്ഷേ അത് റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന് 70 ശാഖയുണ്ടെങ്കിൽ ഒന്നാമത്തെ ശാഖ തൗഹീദ് ആണെങ്കിൽ 70ാമത്തെ ശാഖ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, അത് റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പേരല്ലേ സയന്റിഫിക് ടെമ്പർ? നീ നിന്റെ വീട്ടിൽ കറി വെക്കുകയാണെങ്കിൽ യാ അബാദർ ഇൻ തബഖത മറകതൻ ഫഅക്സിർ മാഅഹാ ഫതആഹദ് ബിഹാ ജിറാനക, ദാരിദ്ര്യ നിർമാർജനം ഉണ്ടാക്കണം. അതല്ലേ സയന്റിഫിക് ടെമ്പർ? സാമൂഹികമായ ഐക്യവും ഭദ്രതയും ഉണ്ടാക്കണം. അതല്ലേ ശാസ്ത്രാവബോധം? അപ്പോ ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്, സക്കാത്ത് നിർബന്ധമാക്കുന്നത്, പരസഹായത്തിന്റെ ഗുണകാംക്ഷയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഒരു സയന്റിഫിക് ടെമ്പർ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആരാണ് ദീനിനെ നിഷേധിക്കുന്നത് എന്നറിയുമോ? പക്ഷെ അതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ആരാണോ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തത് അയാളാണ് അൽ മുകദ്ദിബൂന ബിദ്ദീൻ. ആരാണവർ? أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم فلا يحض على طعام المسكين
ഫവൈലുൽ ലിൽമുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. ഉപ്പും തീയും ആളുകൾക്ക് നൽകാത്തവനുമാണ്, ഫണ്ടമെന്റൽ നീഡ്സുകൾ സമൂഹത്തിൽ സപ്ലൈ ചെയ്യാതെ പൂഴ്ത്തിവെക്കുന്നവരുമാണ് ദീനിനെ നിഷേധിക്കുന്നവൻ എന്ന് പരിശുദ്ധ ഖുർആൻ. എവിടെയാണ് സയന്റിഫിക് നമ്പർ ഉള്ളത്? ഇന്ത്യൻ ഭരണഘടനയോട് സയന്റിഫിക് നമ്പർ എന്ന് പറയുന്ന ഒരു പദം തുന്നിച്ചേർത്തത് ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഒരു സന്ദേഹവാദിയോ ഒരു സോഷ്യലിസ്റ്റോ ഒരു ഭൗതികവാദിയോ മതവിശ്വാസിയല്ല എന്തായാലും, പക്ഷേ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇന്ത്യയിലൊരു നാഷണൽ ബന്ദ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒരു ആകാശവാണി ഒരു പ്രസംഗം ചെയ്തു, റേഡിയോ പ്രസംഗം ചെയ്തു. അന്നതാണല്ലോ അത് തുടങ്ങിയത്. ഇങ്ങനെയാണ്: ദൈവത്തെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ ബന്ദിൽ നിന്ന് പിന്തിരിയണം. ആ നെഹ്റുവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിരീശ്വരവാദികൾ ദൈവത്തിനെതിരെ കലാപം കൂട്ടുന്നത്. ദൈവത്തെ ഓർത്താലേ നമുക്കൊരു സനാതന ബോധം ഉണ്ടാകണം. നമ്മളെ ആരോ നയിക്കുന്നുണ്ട്, ആരോ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്, ആരോ നിലനിർത്തുന്നതാണ്, എങ്ങോട്ടേക്കോ പോവാനുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. ആ സനാതന ബോധമുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് നിരീശ്വരവാദിയായ നെഹ്റു പോലും ദൈവത്തെ ഓർത്ത് സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞത്. ആരോ നെഹ്റുവിനോട് പറഞ്ഞു. ഈ നെഹ്റുവിന്റെ പേരിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ സാധനം വിറ്റഴിക്കപ്പെടുന്നത്, സയന്റിഫിക് നമ്പർ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് തേടി വന്നിട്ടുണ്ട് ഒരു സിദ്ധൻ, ഒന്ന് കാണണമെന്ന് പറയുന്നു. അയാൾ പുറത്തുണ്ട്. എന്താണ് പറയേണ്ടത്? നെഹ്റു ഫയലിൽ ഒപ്പിടുന്ന തിരക്കിലായിരുന്നു. അയാളോട് പറഞ്ഞു, ആ സിദ്ധനോട് ചെന്ന് പറ, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളുടെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ, അതൊരു ഉപകാരമാവും എന്ന്. അതൊരു സാറ്ററിക്കലി ആക്ഷേപഹാസ്യമാണെന്ന് അവർ പറയും. പക്ഷേ ഉപകാരമുള്ളതിനെയെല്ലാം സ്വീകരിക്കാമെന്ന് പറയുന്ന ഒരു വിശാലത ഒരു കാലത്തെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ മകനായ സഹോദരൻ അയ്യപ്പൻ, കേരള യുക്തിവാദത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ മകൾക്ക് ആയിഷ എന്ന് പേരിട്ടത്. മുസ്ലിങ്ങളുടെ ചരിത്രം ഇവര് പഠിക്കാഞ്ഞിട്ടല്ലേ എന്തേ ആയിഷ എന്ന് പേരിട്ടത്? കീഴാള സ്ത്രീകളുടെ വിപ്ലവത്തിന്റെ വിമോചനത്തിന്റെ പ്രതീകമാണ് സിദ്ദീഖ, സയ്യിദ സിദ്ദീഖ ആയിഷ റളിയല്ലാഹു അൻഹാ. തിരുവല്ല സംവാദത്തിന് പോയപ്പോ മറു സംവാദകൻ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ആക്ഷേപത്തിന് ഏറ്റവും കൂടുതൽ ന്യായീകരണം കൊണ്ടുവന്നത് വ്യംഗ്യമായി സൂചിപ്പിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ഈ മനുഷ്യൻ അറിയുമോ കേരളത്തിലുള്ള മാന്യന്മാരായ യുക്തിവാദികളുടെ ചരിത്രം? എന്തുകൊണ്ടാണ് നിരീശ്വരവാദിയുടെ നേതാവ് മകൾക്ക് ആയിഷ എന്ന് പേരിട്ടത്? മലയാളക്കര ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദളിത് പിന്നോക്ക സ്ത്രീകളെ മുഴുവനും ബാധിച്ച ഒരു കാലത്ത് ഇസ്ലാമിലേക്ക് ദളിത് സ്ത്രീകൾ പരിവർത്തനം ചെയ്ത് വന്നപ്പോൾ ഒരു പേര് ഇടണമല്ലോ. എന്തൊക്കെ പേരുകളുണ്ട്! എത്ര ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് അവർ. വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ മറിയം, ഖദീജ, ആമിന, ആസിയ, സാറ, എന്തൊക്കെ പേരുകളുണ്ട്, പ്രതീകാത്മകമായ പേരുകൾ. പക്ഷേ 10,000-കണക്കിന് ദളിത് സ്ത്രീകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീകൾ മുഴുവനും സ്വീകരിച്ച പേര് ആയിഷ എന്നുള്ളതായിരുന്നു, റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ചുകൊണ്ട്. കാരണം സ്ത്രീകൾക്ക് വിമോചനം സാധ്യമാക്കിയ പെണ്ണ് ആയിഷയാണ്. സാക്ഷരത ജനകീയമാക്കിയ സ്ത്രീ ആയിഷയാണ്. കവയത്രിയായ ഭാവനയുടെ ഉടമസ്ഥയായ സ്ത്രീ, ഭർതൃ പരിചരണത്തിന്റെ, സാമൂഹിക പരിചരണത്തിന്റെ പ്രതീകമായ, ധീരതയുടെ പ്രതീകമായ സ്ത്രീ, ത്രൈണതയുടെ പൂർണ്ണതയായ പെണ്ണിർത്തി സയ്യിദ സിദ്ദീഖ ആയിഷ. ഇത് പേരിട്ടു ഇസ്ലാമിലേക്ക് വരാത്ത സഹോദരൻ അയ്യപ്പൻ. ഇവിടെ ഒരു മൊലയെരിയുന്ന കഥയാണല്ലോ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. കേരളത്തിൽ വേറൊരു മൊല അറിയപ്പെട്ടിരുന്നു. ചേർത്തലയിലെ കണ്ടപ്പന്റെ ഭാര്യ നങ്ങേലിയുടെ മൊല. സ്ഥലം എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, മൊല അരിഞ്ഞു കളഞ്ഞു നങ്ങേലി. എന്തിന്? പെണ്ണുങ്ങൾ ആയിഷ എന്ന് പേരിടുന്ന കാലത്ത് തന്നെ. നമ്പൂതിരിപ്പാടുമാർക്കും ഭട്ടതിരിപ്പാടുമാർക്കും
ദർശന സുഖം കൊടുക്കാനുള്ള ഉപകരണം മാത്രമായിരുന്നു കീഴാള സ്ത്രീയുടെ മുലക്കണ്ണുകൾ, നിപ്പിൾസ്. അത് മറച്ചാൽ അവർ കുപിതരാകും. അങ്ങനെ സുന്ദരിയായ കണ്ടപ്പന്റെ ഭാര്യ നങ്ങേലി ഒന്ന് മറച്ചു. അതിൽ ദുഷ്ടരായ കുപിതരായ ഇവിടെ തിരുവരങ്ങാടിയിലുള്ള ഒരു പണിക്കർ, അവിടെ മുറ്റം തളിക്കുന്ന ഒരു പെണ്ണ്, ചക്കി ചിരുതു എന്നായിരുന്നു പേര്. അങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങൾ. ഈ നങ്ങേലി എന്ത് ചെയ്തു എന്നാൽ അറിയുന്ന കഥയാണ്. എന്റെ മുലയല്ലേ പ്രശ്നം. കപ്പം പിരിക്കാൻ വന്ന ആളുടെ കയ്യിൽ പാത്രത്തിൽ 2 മുലയും അരിഞ്ഞിട്ട് കൊടുത്തു. നമ്പൂതിരിയോട് തിന്നാൻ പറ, ആഗ്രഹം മാറട്ടെ. ചോര വാർന്ന് മരിച്ചു നങ്ങേലി. മറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ പേരിൽ 2 മുലയും അരിഞ്ഞ് കപ്പം പിരിക്കാൻ വന്ന തൊഴിലാളിയുടെ കിങ്കരന്റെ കയ്യിൽ പാടയിൽ വെച്ച് കൊടുത്ത് ചോര വാർന്ന് മരിച്ച നങ്ങേലിയുടെ പിന്മുറക്കാരാണ് മറ്റൊരാവശ്യത്തിന് വേണ്ടി മുലയെറിഞ്ഞു കളയുന്നത്. രക്തം വാർന്ന് മരിച്ച നങ്ങേലിയുടെ ആ ചിതയിൽ ചാടി മരിച്ചു ഭർത്താവായ കണ്ടപ്പൻ. സമൂഹത്തിൽ പ്രക്ഷേപം ഉണ്ടായി. അങ്ങനെയാണ് ചാന്നാർ ലഹള ഉണ്ടാകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാണ്. ഇവിടെ തിരുവരങ്ങാടിയിലെ ചിരുത മുസ്ലിമായി ആയിഷ എന്ന് പേരിട്ടു. ബ്രിട്ടീഷുകാരും പണിക്കരും കൂടി ചിരുതയെ പിടിക്കാൻ വന്നു, ആയിഷയെ പിടിക്കാൻ വന്നു. ആയിഷ അഭയം തേടി മമ്പുറം തങ്ങളുടെ അരികെ. അതാണ് മമ്പുറത്തെ ഹിന്ദു മുസ്ലിം മൈത്രി, ദളിത് മുസ്ലിം മൈത്രി. മമ്പുറം തങ്ങൾ പറഞ്ഞു, ആയിഷക്ക് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. ആയിഷയെ കൊല്ലാൻ വരുന്നവരെ നിങ്ങൾ വേണ്ട പോലെ ചെയ്യണം. മമ്പുറം തങ്ങളുടെ ഫത്വയാണ്. അങ്ങനെയാണ് ചേരൂരിൽ നിന്ന് ആൺകുട്ടികൾ പോയത് ആയിഷയെ സംരക്ഷിക്കാൻ. അങ്ങനെയാണ് ചേറൂർ ശുഹദാക്കൾ ഉണ്ടായത്. ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രമാണ്, മലബാറിന്റെ ചരിത്രമാണ്. ആയിഷ എന്ന പേരുണ്ടാക്കിയ വിപ്ലവത്തിന്റെ ചരിത്രമാണ്. ചരിത്രമറിയാത്ത, ശാസ്ത്രമറിയാത്ത, ബൗദ്ധികതയില്ലാത്ത കേരളത്തിലുള്ള ആധുനിക എക്സ് മുസ്ലിംസിന് ഇത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും വായിക്കുന്ന, പഠിക്കുന്ന മലയാളികൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അവരവരെ തിരുത്തുകയാണ്. ആത്മവിശ്വാസം ഇല്ലാതെയാവുകയാണ്. നമ്മൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ആറ്റം വിഭജിക്കപ്പെടുമോ എന്ന് നമ്മൾ, നുക്കത്തെ വീണ്ടും മുറിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ വെറുതെ രസത്തിന് പറയാറുണ്ട്. പക്ഷേ അതിന് അവർക്കിടയിൽ ഒരു തെളിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നിരീശ്വരവാദത്തിന്റെ വിഘടനങ്ങളാണ്. അന്ന് സംവാദത്തിന് വന്ന ആള് തെക്കോട്ട് പോയി, കൂടെ ഉണ്ടായിരുന്ന പലരും വടക്കോട്ട് പോയി. എന്നിട്ട് ക്ലബ് ഹൗസ് ചർച്ചകൾ ലീക്കായി. എന്തേ അവര് പറയുന്നത്? We have no answer in the face of suffering. We have no answer in the face of death. ദുഃഖവും ദുരന്തവും എന്തിന് സഹിക്കുന്നു എന്ന് ചോദ്യം വരുമ്പോ മറുപടിയില്ലാത്ത നമ്മൾ എന്തിനാ മുസ്ലിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്? എന്താണ് മരണം എന്ന് ചോദിച്ചാൽ മറുപടിയില്ലാത്ത നമ്മൾ എന്തിനാണ് സംവാദത്തിന് പോകുന്നത്? ആരെയാണ് തിരുത്തുന്നത്? നിരീശ്വരവാദിയെ തിരുത്തുകയാണ്, അവരെ അംഗീകരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നമുക്കിടയിലല്ലേ? തൂങ്ങിച്ചാവൽ, കമ്മിറ്റിംഗ് സൂയിസൈഡ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് ഏതെങ്കിലും ഒരു ഭരണഘടനയിലുണ്ടെങ്കിൽ അത് നിരീശ്വരവാദത്തിന്റെ ഭരണഘടനയിലല്ലേ? സ്കാൻഡിനാവിയയിലല്ലേ? നോർവേയിലല്ലേ? ഡെൻമാർക്കിലല്ലേ? സ്വീഡനിലല്ലേ? ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഗ്രാഫിൽ മുമ്പിലാണെങ്കിലും 3 മരിക്കുന്നത് ആത്മഹത്യയല്ലേ? ഫിൻലാൻഡിൽ 12 ആത്മഹത്യയല്ലേ? ചൈനയിൽ എന്ന് അവരെ തിരുത്തുകയാണ്. നമ്മുടെ പണി അവര് സ്വയം ചെയ്യുകയാണ്. മതവിശ്വാസത്തിന് അവിടെ ആത്മവിശ്വാസമുണ്ട്, മറുപടി പറയാൻ പറ്റും. ഇന്നബി അൽമിൽ ബലായി അൽമൽ ജസാ എന്ന് കണ്ണു കാണാത്ത ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നടക്കാൻ പറ്റാത്ത ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 4 ആണുങ്ങൾ കാണാൻ വന്നിട്ടും കല്യാണത്തിന്റെ മാർക്കറ്റിൽ എടുക്കാ ചരക്കായി പോയ പെങ്ങന്മാരോട് പറയാൻ പറ്റും, നീ സഹിക്കുന്നതിന് നാളെ പ്രതിഫലമുണ്ട്. നിനക്കിവിടെ കാഴ്ച കുറവാണെങ്കിലും സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ലിഖായിന് സാധ്യമാകും. ക്ലാസ്സിൽ 40 കുട്ടികളാണ്, 40ാം റാങ്കുകാരനാണ്. എത്ര അധ്വാനിച്ചിട്ടും തലയിൽ കയറുന്നില്ല. അള്ളാഹു എന്നോട് അനീതിയല്ലേ ചെയ്യുന്നത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ടെൻഡൻസി കാണിക്കുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോ പരാതി.
ഞാൻ ചോദിച്ചു, നീ പോകുന്ന സ്വതന്ത്ര ചിന്തയിൽ എന്തേ അതിന് പരിഹാരം? നാസ്തികത പരിഹാരം തരുന്നുണ്ടോ? നിരീശ്വരവാദം പരിഹാരം തരുന്നുണ്ടോ? ഇല്ലല്ലോ. രണ്ട് പരിഹാരമല്ലേ അവിടെയുള്ളൂ. ഒന്നുകിൽ സഹിച്ചു തീർക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. മോനെ, നീ നാളെ ഖബറിലെത്തിയാൽ ഐസലിയുന്ന പോലെ ആയുസാണ്, ഉപ്പലിയുന്ന പോലത്തെ ആയുസാണ്. പങ്ക കറങ്ങുന്നതിനേക്കാളും വേഗത്തിൽ കറങ്ങുന്ന ഭൂമിയും ജീവിതവുമാണ്. നീ നാളെ ഖബറിലെത്തിയാൽ അവിടെ ഒരു എക്സാം ഉണ്ട്. അത് സുറിയാനി ഭാഷയിലായിരിക്കും. ആ ഭാഷയിൽ മുൻകറും മുക്കീറും നിന്നോട് ചോദ്യം ചോദിക്കും, നമ്മളോട് ചോദ്യം ചോദിക്കും. നിനക്ക് നെഹ്വു തലയിൽ കയറുന്നില്ല, അതല്ലേ പ്രശ്നം. ഇംഗ്ലീഷ് ഗ്രാമർ വലിയുന്നില്ല, അതല്ലേ പ്രശ്നം. നിനക്ക് കണക്ക് വരുന്നില്ല നിന്റെ ബ്രെയിനിലേക്ക്, അതല്ലേ പ്രശ്നം. അയൽവാസിക്കും കുടുംബക്കാർക്കും A+ കിട്ടുമ്പോൾ നിനക്ക് Cയും D+മായി ജസ്റ്റ് പാസ്സായി വീട്ടിൽ നിന്ന് വഴക്കും വക്കാണവും കേൾക്കേണ്ടി വരുന്നു, അതല്ലേ പ്രശ്നം. എങ്കിൽ നീ നല്ല നിലയിൽ ജീവിച്ചാൽ മന റബ്ബുക എന്ന ചോദ്യം വരുമ്പോ, വമൻ നബിയുക എന്നുള്ള ചോദ്യം വരുമ്പോ, വമാ ഇമാമുക വമാ ഖിബ്ലതുക എന്നുള്ള ചോദ്യം വരുമ്പോ നീ ബിർത്തിജാൽ മറുപടി പറയുന്നവനാകും, മെറിറ്റിൽ പാസ്സാകും, വൈറ്റ് കോളർ ജോബ് കിട്ടും. നീ പരലോകത്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ മെറിറ്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പേര് പറയുമ്പോൾ നിന്റെ പേരും വരും മോനെ മോളെ എന്ന് മതവിശ്വാസം കൊണ്ടല്ലാതെ പറയാൻ പറ്റുമോ? എവിടെയും ഒരു മുള്ള് തറച്ചാൽ പോലും, ഒരു കാലിന്റെ ചെരുപ്പിന്റെ വാറ് പിന്നിയാൽ പോലും അതിന് പ്രതിഫലമുണ്ടെന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ വിശാലമായ ജീവിത വീക്ഷണം, പ്രാപഞ്ചിക വീക്ഷണം, അത് അവര് മനസ്സിലാക്കിയത് കൊണ്ടാണ് we have no answer in the face of sufferings എന്ന് പറയുന്നത്. ഞാൻ മരിച്ചു അല്ലേ, നിങ്ങൾ മരിച്ചു എന്നിരിക്കട്ടെ, ഹാർട്ട് അറ്റാക്കായി മരിക്കുന്ന ആളുകൾ, കാർഡിയാക് അറസ്റ്റിൽ മരിക്കുന്ന ആളുകൾ, അതേ ഹൃദയം എലൈവായ ബോഡിയിൽ വർക്ക് ചെയ്യുന്നു. മരിച്ച മനുഷ്യന്റെ കിഡ്നി എലൈവ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നു. മരിച്ച മനുഷ്യന്റെ കണ്ണുകൾ ജീവനുള്ള ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ അപരന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന ഈ ഓർഗാൻസ് എന്തേ മരിച്ച മനുഷ്യന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യാത്തത്? ഈ ഹൃദയം ഓക്കെയാണല്ലോ, കിഡ്നി ഓക്കെയാണല്ലോ, കണ്ണോക്കെയാണല്ലോ, അത് ജീവനുള്ളവനിൽ വർക്ക് ചെയ്യുന്നു, മരിച്ചവനിൽ വർക്ക് ചെയ്യുന്നില്ല. ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചാൽ we have no answer. തനാട്ടോളജിയിൽ ഉത്തരമില്ല, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറയുന്ന പുസ്തകങ്ങളിൽ ഉത്തരമില്ല, മതത്തിൽ ഉത്തരമുണ്ട്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അത് പോയപ്പോ ഇത് പറ്റാതായതാ. ഇങ്ങനെ നമുക്ക് മറുപടിയുള്ളതിന് അവർക്ക് മറുപടിയുള്ളതിന് നമുക്ക് മറുപടിയില്ലല്ലോ എന്ന് പറയുന്ന വിധം ആന്തരിക ശൂന്യത്വം, ആന്തരികമായ വാമനത്വം സ്വയം പ്രഖ്യാപിക്കുന്നവരായി കേരളത്തിലെ നാസ്തിക നിരീശ്വര യുക്തിവാദികൾ മാറിയ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ അടിത്തറ ദുർബലമായതിനാലാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ പൂർവസൂരികളായ പരമ്പരാഗതമായ നമ്മുടെ അയിമ്മത്തും ഉലമാവും നമ്മുടെ നേതൃത്വവും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിൽ നിന്നുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ആധുനികമായ വിഷയങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയല്ലാത്ത ഒരു രീതി സ്വീകരിച്ചാൽ ഒറ്റവാക്ക് ആണി അടിക്കുന്ന ആശാരി തന്നെ അത് പൊരിക്കേണ്ടി വരുന്ന അവസ്ഥ വരും. കൊണ്ടു നടന്നതും നീ തന്നെയല്ലേ ചാപ്പ എന്നൊരു പ്രയോഗമുണ്ടല്ലോ മലയാളത്തിൽ. ഈ നിരീശ്വരവാദിയും ഈ യുക്തിവാദിയും ഈ വാദിനിയും ഈ യുക്തിവാദിനിയും ഒക്കെ നിങ്ങളുടെ തന്നെ സംഭാവനയല്ലേ? നിങ്ങൾ അടിച്ച ആണി നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെയല്ലേ കൊണ്ടു നടന്നത് ഇവരെ എന്ന് അവർക്ക് കേൾക്കേണ്ടി വരുന്നത് അവർ ഈ ഉസൂലിൽ നിന്ന് തെറ്റിയത് കൊണ്ടാണ്. അവര് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിന്റെ ഒരു മാതൃകയുടെ അതിന്റെ ഒരു ഉസൂലിന്റെ ഒരു ഫ്രെയിം വർക്കിന്റെ അകത്ത് നിൽക്കുന്നതിന്റെ വില മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സെമി യുക്തിവാദികളായി സെമി സ്വതന്ത്ര ചിന്തകരായി മാറുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.